തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബ്രിട്ടീഷ് യുദ്ധവിമാനം കൊണ്ടുപോകുന്നതിന് വേണ്ടി വരുന്ന വിമാനമാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തത്സമയ ഇപ്പോൾ കാണുന്നത് ലോക്ഹീഡ് മാർട്ടിൻ്റെ ഗ്ലോബ് മാസ്റ്റർ വിമാനമാണ് പറന്നിറങ്ങുന്നത്. C-35 വിമാനം കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ വിമാനം പറന്നിറങ്ങുന്നത്. ആദ്യമായാണ് ഒരു വിമാനത്തിൻ്റെ ചിറകുകളൊക്കെ ഉരുമാറ്റി അതിൻ്റെ തദ്ദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ വിമാനം തിരികെ അവിടെ കൊണ്ടുപോയി ഭാഗങ്ങളൊക്കെ വീണ്ടും ഫിറ്റ് ചെയ്ത് ചേർക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് പോകുന്നത്. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മനീഷെ, കുറേ ദിവസങ്ങളായുള്ളൊരു കാത്തിരിപ്പായിരുന്നു. അപ്പോൾ ഈ എന്തായാലും ലോക്ഹീഡ് മാർട്ടിൻ്റെ വിമാനം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ ഇനി ചിറകുകൾ അരിഞ്ഞ ബ്രിട്ടീഷ് യുദ്ധവിമാനം യാത്ര തിരിക്കും, അല്ലേ? അതെ ക്രിസ്റ്റീന, അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനം F-35B അതിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ എത്തിയിരിക്കുകയാണ്. 25 അംഗ സംഘമുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അവർ വ്യോമസേനയുടെ ബ്രിട്ടന്റെ വ്യോമസേന വിമാനമായിട്ടുള്ള എയർബസ് A400M അറ്റ്ലസ് എന്ന വിമാനത്തിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. സംഘത്തിൽ 17 അംഗ വ്യോമസേനയിലെ സാങ്കേതിക വിദഗ്ധരുണ്ട്. ഒപ്പം തന്നെ അമേരിക്കൻ വിമാന കമ്പനിയിലെ ഈ വിമാനം നിർമ്മിച്ച കമ്പനിയിലെ സാങ്കേതിക വിദഗ്ധർ 8 പേർ കൂടിയുണ്ട് എന്ന വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഡൊമസ്റ്റിക് ബേയിലുള്ള ഈ F-35 എന്ന യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക പ്രശ്നം ഇവിടെ വെച്ച് പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് എത്തുന്നത് യുദ്ധവിമാനം കൊണ്ടുപോകുന്ന നേരത്തെയൊക്കെ തന്നെ കൊണ്ടുപോയിട്ടുള്ള ചരക്ക് വിമാനത്തിന്റെ ഇതിൽ പെടുന്ന C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന കൂറ്റൻ വിമാനം പിന്നീട് എത്തിയേക്കും. പക്ഷേ അത്തരം വാർത്തകൾക്ക് നമുക്ക് ഈ സാങ്കേതിക വിദഗ്ധർ എത്തി പരിഹരിച്ചില്ലെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ വെച്ച് ഈ ഡൊമസ്റ്റിക് ബേയിൽ വെച്ച് തന്നെ ഈ വിമാനത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കും. നേരത്തെ 2 തവണ എഞ്ചിൻ ഓണാക്കി ഈ വിമാനം പറത്തി നോക്കാനുള്ള ശ്രമം പക്ഷെ വിഫലമായിരുന്നു. ഇവിടെ വെച്ച് വീണ്ടും ഈ സാങ്കേതിക വിദഗ്ധർ ഇതിന്റെ പറക്കൽ നടത്താൻ, അതായത് ടേക്ക് ഓഫ് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടാൽ മാത്രമായിരിക്കും പിന്നീട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഹാങ്ങറിലേക്ക്, അറ്റകുറ്റപ്പണി നടത്തുന്ന ഹാങ്ങറിലേക്ക് ഈ F-35B മാറ്റുക. അവിടെ ഈ ഹാങ്ങറിലെത്തിയ ശേഷമായിരിക്കും പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ ചിറകുകളടക്കം അഴിച്ചു മാറ്റി ഈ വിമാനം, യുദ്ധവിമാനം, മറ്റൊരു കാർഗോ വിമാനമായിട്ടുള്ള ചരക്ക് വിമാനമായിട്ടുള്ള, അതായത് 80,000 കിലോഗ്രാം അതിൽ മുകളിൽ ഭാരം താങ്ങാൻ കഴിയുന്ന കൂറ്റൻ വിമാനമായിട്ടുള്ള C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന വിമാനം അടുത്ത ദിവസം തന്നെ എത്തിയേക്കാം എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്താണെങ്കിലും ഇപ്പോൾ സമയം 12:45 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ബ്രിട്ടന്റെ വ്യോമസേനയുടെ വിമാനം എയർബസ് A400M പറന്നിറങ്ങിയത്. വിദഗ്ധ സംഘം എത്തുന്നു. 3 ആഴ്ചക്കാലമായി തിരുവനന്തപുരത്ത് ഈ വിമാനം ഈ രീതിയിൽ പറക്കാൻ പറ്റാത്ത തലത്തിൽ നിൽക്കുകയാണ്. അത് നേരത്തെ ഇവിടെ നിന്ന് 200 നോട്ടിക്കൽ മൈൽ, അതായത് കേരള തീരത്ത് 200 നോട്ടിക്കൽ മൈൽ അകലെയുള്ള ഇവരുടെ തന്നെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ദ പ്രിൻസസ് വെയിൽ, അതിന്റെ മുകളിൽ നിന്നാണ് ഇത് പറന്നുയർന്നത്. പരീക്ഷണ പറക്കലുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യയും ബ്രിട്ടനുമായി നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി എത്തിയതായിരുന്നു. പക്ഷേ പ്രതികൂല കാലാവസ്ഥയിൽ F-35 എന്ന അത്യാധുനിക വിമാനത്തിന് തിരികെ ഇറങ്ങാൻ സാധിച്ചില്ല. അങ്ങനെയാണ് അത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒക്കെ അനുമതിയോടുകൂടി തന്നെ അത് രാത്രി 23-ന് കഴിഞ്ഞ മാസം അത് രാത്രി 9 മണിയോടുകൂടി തന്നെ ഇവിടെ ലാൻഡ് ചെയ്തത്. പിന്നീട് അതിന്റെ ഇന്ധനത്തിന്റെ ക്ഷമതയുടെ പ്രശ്നം മാത്രമല്ല, മറ്റ് സാങ്കേതിക പ്രശ്നമുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വന്നു. അതിനുശേഷം പക്ഷെ അത് പരിഹരിക്കാൻ ഈ പൈലറ്റിനോ ഈ കപ്പലിൽ നിന്നും പിന്നീട് ഈ വിമാനത്താവളത്തിലെത്തി പരിഹരിക്കാനെത്തിയ വിദഗ്ധർക്കോ ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നീട് കപ്പൽ തിരികെ പോയി പൈലറ്റും മറ്റ് സാങ്കേതിക വിദഗ്ധരും തിരികെ പോയ ശേഷം അനാഥമായി ഇവിടെ ഡൊമസ്റ്റിക് ബേയിൽ, തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് ബേയിൽ അനാഥമായി കിടക്കുകയായിരുന്നു ഈ വിമാനം. അങ്ങനെയാണ് ഈ വിമാനം ഇപ്പോൾ ഈ രീതിയിൽ ബ്രിട്ടന്റെ പാർലമെന്റിലടക്കം വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കി. ബ്രിട്ടനിലെ പാർലമെന്റിലടക്കം ഈ വിഷയം ഉന്നയിച്ചു. കാരണം അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ലോകോത്തര വലിയ വിലയുള്ള ഇത്തരം ഒരു വിമാനം ഈ രീതിയിൽ ഇങ്ങനെ കേടുപാടുകൾ വന്ന് അല്ലെങ്കിൽ തകരാറ് വന്ന് കിടക്കുന്നത് നാണക്കേടായിപ്പോയി എന്ന രീതിയിലുള്ള പ്രചരണമൊക്കെ തന്നെ വന്നു. ഒപ്പം തന്നെ ഈ അടുത്തിടെ നടന്ന ലോക യുദ്ധത്തിൽ, അതായത് ഇസ്രായേൽ പല യുദ്ധത്തിലൊക്കെ തന്നെ ഇസ്രായേൽ അവരുടെ മുന്നിര പോരാളിയായി ഉപയോഗിച്ച ഒരു യുദ്ധവിമാനമാണ് ഈ F-35 പരിഷ്കരിച്ച മറ്റൊരു വിമാനം. ഇത് 5ാം തലമുറയിൽപ്പെട്ട ഏറ്റവും അത്യാധുനിക വിമാനമാണ്. ഈ വിമാനത്തിന് എന്താണെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇന്നോ നാളെയോ തീരുമാനമായ ശേഷമായിരിക്കും, ഏറ്റവും അടുത്ത ദിവസങ്ങളായിരിക്കും. പരിഹരിച്ചില്ലെങ്കിൽ ഇത് കൊണ്ടുപോകാനായി കൂറ്റൻ വിമാനം C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന കൂറ്റൻ കാർഗോ വിമാനം എത്തുക. ക്രിസ്റ്റീന, ശരി. C-17 ഗ്ലോബ് മാസ്റ്ററിൽ ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരികെ പോകാനുള്ള ശ്രമങ്ങളാണ്. എന്തായാലും ബ്രിട്ടീഷ് എയർവേസിന്റെ ഉദ്യോഗസ്ഥർ അടക്കം അതിലുണ്ട്.